ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ മംഗോളിയൻ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, കിടിലൻ ടേസ്റ്റ് ആട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് മംഗോളിയൻ ചിക്കൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ചിക്കന്. അപ്പോൾ അതിനായിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഞാൻ ഒരു ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ എടുത്തോളൂ. പിന്നെ കോൺഫ്ലോർ 4 ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് സോയ് സോസ് വേണം. ലൈറ്റ് സോയ് സോസ് ആണിത്. ഡാർക്ക് സോയ് സോസ് ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ലൈറ്റ് ആയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. സോയ് സോസ് ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് മതി കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം. ഫ്രീസറിൽ കേട്ടോ, 15 മിനിറ്റ് മാത്രം ഫ്രീസറിൽ വയ്ക്കുക. കുറേ നേരം വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ആവാനുള്ളതുകൊണ്ടാണ് ഫ്രീസറിൽ വയ്ക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ് വേണ്ടത്. ഞാനൊരു 300 ഗ്രാമോളം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെ, വല്ലാണ്ട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. അതുപോലെ ഇത് ചിക്കൻ്റെ ലെഗിൽ നിന്നും തൈസിൽ നിന്നും എടുത്തിട്ടുള്ള ഇറച്ചി പീസുകളാണ് കേട്ടോ. അപ്പം അത് അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഇറച്ചി മാത്രം എടുത്താൽ മതി. അപ്പോൾ നല്ലോണം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉള്ളത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിന് എടുത്തിട്ടുള്ള ചിക്കനാണ്, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ മാരിനേഷനൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളം പോലെയല്ല, എന്നാലും നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, എണ്ണ നല്ലോണം ചൂടാവണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കോട്ടിങ് പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടില്ലാത്തതുകൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, വെള്ളം പോലെ ആയാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കുന്നത്. ഇതിന് 2 വശവും നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ മംഗോളിയൻ ചിക്കൻ ഉണ്ടാക്കുമ്പം അതിൻ്റെ ചിക്കൻ നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കോരി മാറ്റിയ ശേഷം എണ്ണ ഒന്നുകൂടെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. നല്ലോണം ചൂടാവണം എണ്ണ. ഇതങ്ങനെ ബബിൾസൊക്കെ അങ്ങനെ പൊങ്ങി വരും. നല്ലോണം ചൂടായിട്ടാണത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക, ഈ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കന്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ക്രിസ്പിനെസ് കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചിക്കൻ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റിനകത്ത് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഡബിൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ മംഗോളിയൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ മാറ്റിയാലും മതി. ഞാൻ വേറൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ നിന്ന് ഒരു 1-2 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ കുറച്ചെടുക്കണ്ട, കുറച്ച് കൂടുതൽ വേണം, പക്ഷേ ഒരുപാടാവണ്ട കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സ്പ്രിംഗ് ഓണിയൻ ഇത് 3 കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള പാർട്ടും പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രീൻ പാർട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് പാർട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് സോയ് സോസ് ഒഴിച്ച് കൊടുക്കുക. സോയ് സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഈ മംഗോളിയൻ ചിക്കൻ നല്ല ഡാർക്ക് കളറിലാണ് ഉണ്ടാവുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ സോയ് സോസിൻ്റെ ആണ് റീസൺ. ശരിക്കും ഡാർക്ക് സോയ് സോസ് ആണ് ഈ മംഗോളിയൻ ചിക്കനിലോട്ട് വേണ്ടത്, എന്നാലേ നല്ല ഡാർക്ക് കളറിൽ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാര അതും ചേർക്കുന്നുണ്ട്. ശരിക്കും മംഗോളിയൻ ചിക്കനിലോട്ട് നമ്മൾ എടുക്കുന്ന സോസുകൾ വേറെ സോസുകളാണ്, പക്ഷെ അത് എല്ലാവർക്കും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ ടൊമാറ്റോ കെച്ചപ്പിന് പകരം ചേർക്കേണ്ട സോസ് ഓയിസ്റ്റർ സോസ് ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഡാർക്കായിട്ട് വരണം നമ്മുടെ ഈ ഒരു മിക്സ് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കാനുണ്ട്. ഇത് ഞാനൊരു 1/2 ടീസ്പൂണ് കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്താണ്. ഒരുപാട് കോൺഫ്ലവർ വേണ്ട കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2-3 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ഇങ്ങനെ കട്ടിയിലെടുക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് കട്ടിയിലായാൽ നമുക്കത് ചിക്കനിൽ കോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മാത്രം ആദ്യം ആ ഒരു സ്ലറി കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ചൊന്ന് ലൂസാവണം. എന്നിട്ട് ചിക്കന് ചേർത്ത് കൊടുത്താലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡാർക്ക് കളറിൽ കിട്ടുള്ളൂ. ഇനി ഞാൻ ഇത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ഭംഗിയാണ്, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ നമ്മുടെ ചിക്കൻ്റെ കളർ കണ്ടോ, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മംഗോളിയൻ ചിക്കൻ്റെ കളറ്. അതുപോലെ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല സ്പൈസിയാണ്, നല്ല സ്വീറ്റാണ്. അതുപോലെ നല്ലൊരു സോർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിയുള്ള ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ചില്ലിൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ചേരുവകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആണെങ്കിലും ടേസ്റ്റ് വ്യത്യസ്തമാണ് കേട്ടോ. അതുപോലെ നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ സ്ലറി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചർ മാറിയത് കണ്ടോ. അപ്പോൾ നമ്മുടെ മംഗോളിയൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കോൺഫ്ലവർ ജസ്റ്റ് നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മാത്രം കേട്ടോ, ഈ ഒരു സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചറാണ് ഈ ഒരു മംഗോളിയൻ ചിക്കൻക്ക്. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണ്, അധികം ചേരുവകളോ ഇല്ല, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. നിങ്ങൾ സോയ് സോസ് കൂട്ടിയെടുക്കുക, കെച്ചപ്പ് കുറച്ചെടുക്കുക, പിന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മംഗോളിയൻ ചിക്കൻ വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൈലിലുള്ളൊരു മംഗോളിയൻ ചിക്കനാണ്. ഞാൻ പറഞ്ഞല്ലോ സോസുകൾ ഇതല്ല, ഓയിസ്റ്റർ സോസൊക്കെയാണ് ചേർക്കാനുള്ളത്. അതെല്ലായിടത്തും ഒരേപോലെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് പകരം ഈ ഒരു സോസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.